ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് എൻ്റെ കഥ കേൾക്കുവാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണോ? അപ്പോൾ ഇന്നൊരു കൊച്ചു കഥ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് വളരെ മനോഹരമായ ഒരു കഥയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. വൺസ് അപ്പോൺ എ ടൈം ആൻ ഓൾഡ് മാൻ ലിവ്ഡ് വിത്ത് ഹിസ് 4 സൺസ് ഇൻ എ വില്ലേജ്. വൺസ് അപ്പോൺ എ ടൈം, പണ്ട് പണ്ട് അല്ലെങ്കിൽ ഒരിക്കൽ ആര് ജീവിച്ചിരുന്നു ഒരു വില്ലേജിൽ? ആൻ ഓൾഡ് മാൻ, ഒരു വയസ്സായ മനുഷ്യൻ, ലീവ്ഡ് വിത്ത് ഹിസ് 4 സൺസ് ഇൻ എ വില്ലേജ്. വില്ലേജ് കുട്ടികൾക്ക് വില്ലേജ് എന്താണെന്ന് അറിയാമോ? ഗ്രാമം. ടൗൺ എന്ന് പറഞ്ഞാൽ വലിയ വലിയ വണ്ടികളും വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ളതാണ് ടൗൺ എന്ന് പറയുന്നത്. വില്ലേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വീടുകളും ഒത്തിരി മരങ്ങളും നിറഞ്ഞ മനോഹരമായ സ്ഥലത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാമം എന്ന് പറയുന്നത്. ഗ്രാമത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? വില്ലേജ് എന്ന്. അങ്ങനെ ഒരു വില്ലേജിൽ ഒരു ഓൾഡ് മാൻ, വയസ്സായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ 4 മക്കളുടെ കൂടെ, 4 പേരും സൺസ് ആയിരുന്നു, ആൺമക്കളായിരുന്നു, 4 ആൺകുട്ടികളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ വേറൊരു ദുഃഖവും കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദ ബ്രദേഴ്സ് ഓൾവേസ് ഫോട്ട് ആൻഡ് കോറൽ വിത്ത് ഈച്ച് അതർ. ഈ ബ്രദേഴ്സ് തമ്മിൽ, ഈ 4 മക്കളും തമ്മിൽ എപ്പോഴും ഫൈറ്റ് ചെയ്യുമായിരുന്നു, എപ്പോഴും അടി കൂടുമായിരുന്നു. ആൻഡ് ദ കോറൽ വിത്ത് ഈച്ച് അതർ, എപ്പോഴും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുമായിരുന്നു. കുട്ടികളെ, നിങ്ങളിങ്ങനെ വഴക്ക് കൂടാറുണ്ടോ വീട്ടിൽ? Their father was always worried about their behavior. അവരുടെ അച്ഛന് എപ്പോഴും അവരെക്കുറിച്ച് സങ്കടമായിരുന്നു. അവരുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം അവരുടെ അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സങ്കടം വരാറില്ലേ? അതുപോലെ തന്നെ ഈ അച്ഛനും ഭയങ്കര സങ്കടമായി പോയി. അപ്പോഴാണ് ഒരു സംഭവം നടന്നത്. എന്താണെന്ന് ശ്രദ്ധിച്ചോട്ടോ. എ ചീറ്റ് ഡിസൈഡഡ് ടു ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ സിറ്റുവേഷൻ. എ ചീറ്റ്, ചതിയനായ ഒരു മനുഷ്യനെയാണ് നമ്മൾ എ ചീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചതി മനസ്സിലുള്ള, അതായത് ദുഷിച്ച മനസ്സുള്ള ഒരാൾ വന്നു. എന്തിനാ വന്നത്? ഡിസൈഡഡ് ടു ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ സിറ്റുവേഷൻ. ഈ ഒരു അവസ്ഥ മുതലെടുക്കുവാനായിട്ട് വന്നു. അപ്പോൾ അവനറിയാം ഇവരുടെ വീട്ടിൽ എപ്പോഴും വഴക്കാണ്. അപ്പോൾ ഈ അച്ഛൻ ആകെ ദുഃഖിച്ചിരിക്കുവാണെന്നൊക്കെ അറിയാം. അപ്പോൾ ഇതൊന്ന് അഡ്വാൻറ്റേജ് എടുക്കാൻ, അല്ലെങ്കിൽ ഇതിന്ന് മുതലെടുക്കുവാനായിട്ട് ഒരു ചതിയനായ മനുഷ്യൻ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അയാൾ എന്താണ് ചെയ്തതെന്ന് കേൾക്കണോ കൂട്ടുകാരെ? ഹി ട്രൈ ടു ക്രിയേറ്റ് മോർ ഡിസഗ്രിമെന്റ്സ് എമംഗ് ദ ബ്രദേഴ്സ് സോ ദാറ്റ് ഹി കുഡ് ഗ്രാബ് ദെയർ ഫാദേഴ്സ് പ്രോപ്പർട്ടി. ഹി ട്രൈ ടു ക്രിയേറ്റ്, അയാൾ ഒത്തിരി ശ്രമിച്ചു. എന്താ ശ്രമിച്ചത്? എന്താണ് അയാൾ ട്രൈ ചെയ്തതെന്ന് അറിയുമോ? മോർ ഡിസഗ്രിമെന്റ്സ് എമംഗ് ദ ബ്രദേഴ്സ്. ബ്രദേഴ്സ് തമ്മിൽ കൂടുതൽ പൊരുത്തക്കേട് വരുത്തുവാൻ, അല്ലെങ്കിൽ കൂടുതൽ വഴക്കുണ്ടാക്കുവാൻ അയാൾ ശ്രമിച്ചു. അതെന്തിനു വേണ്ടി അയാൾ ശ്രമിച്ചതെന്ന് കുട്ടികൾക്കറിയാമോ? സോ ദാറ്റ് ഹി കുഡ് ഗ്രാബ് ദെയർ ഫാദേഴ്സ് പ്രോപ്പർട്ടി. ഈ 4 മക്കളുടെയും ഫാദറിന്, അച്ഛൻ്റെ കയ്യിൽ ഒത്തിരി സ്വത്തുണ്ട്. അപ്പം പ്രോപ്പർട്ടി, ആ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ആണ് ഈ ബ്രദേഴ്സ് തമ്മിൽ അടി ഉണ്ടാക്കിയത്. ബ്രദേഴ്സ് തമ്മിൽ വഴക്കുണ്ടാക്കി കഴിയുമ്പം അച്ഛൻ ഇഷ്ടപ്പെടില്ല. അപ്പം അച്ഛൻ അവരോട് ഇഷ്ടക്കേട് തോന്നും. ആ തക്കം നോക്കി ഈ ചതിയന് അച്ഛൻ്റെ മനസ്സിൽ കയറി പറ്റാൻ പറ്റും അല്ലേ? അപ്പം അച്ഛൻ അച്ഛൻ്റെ സ്വത്ത് മുഴുവൻ കൊടുക്കും. ഇതായിരുന്നു ആ ചതിയൻ്റെ മനസ്സിൽ. കേട്ടോ കൂട്ടുകാരെ, എത്ര വൃത്തികെട്ട സ്വഭാവമാണ് അയാളുടേത്. ഹി ടോൾഡ് വൺ ഓഫ് ദ ബ്രദേഴ്സ്, യുവർ ബ്രദേഴ്സ് സേ ദാറ്റ് യു ആർ വീക്ക്, ആൻഡ് റിപ്പീറ്റഡ് ദ സെയിം സെന്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് അനദർ ബ്രദർ, റിസൾട്ടിങ് ഇൻ മോർ ഫൈറ്റ്സ് അമംഗ് ദം. ഓ മൈ ഗോഡ്, എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. ഹി ടോൾഡ് വൺ ഓഫ് ദ ബ്രദേഴ്സ്, 4 ബ്രദേഴ്സിൽ ഒരാളോട് ഇയാൾ പറയുകയാണ്. എന്താ പറഞ്ഞത്? യുവർ ബ്രദേഴ്സ് സേ ദാറ്റ് യു ആർ വീക്ക്. നിന്റെ സഹോദരങ്ങൾ പറഞ്ഞു നീ ശക്തി കുറഞ്ഞവനാണ്, നീ വെറും വീക്കാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് ഒരു ബ്രദറിനോട്. ആൻഡ് റിപ്പീറ്റഡ് ദ സെയിം സെന്റൻസ്, ഇതേ കാര്യം തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് അനദർ ബ്രദർ, വേറൊരു ബ്രദറിനോട് ഇവരില്ലാത്തപ്പോൾ പറഞ്ഞു. മറ്റു ബ്രദേഴ്സ് നിന്നെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, നീ കൊള്ളില്ല, നിനക്ക് ശക്തിയില്ല എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കുട്ടികളെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാവോ? റിസൾട്ടിങ് ഇൻ മോർ ഫൈറ്റ്സ് എമംഗ് ദം. അവർ തമ്മിൽ വീണ്ടും അടിയും ഇടിയും ഒച്ചപ്പാടും വഴക്കും തുടങ്ങി.
കാരണം അവൻ ഓൾറെഡി അവർ നേരത്തെ തന്നെ അടികൂടുന്ന സഹോദരങ്ങളായിരുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ കൂടുതൽ ഒച്ചപ്പാടും അടിയും ബഹളവുമായി. ഫൈനലി വൺ ഡേ their father called them to solve their issues. ഫൈനലി അവസാനം എന്ത് സംഭവിച്ചു? വൺ ഡേ ഒരു ദിവസം their father അവരുടെ അച്ഛൻ അവരെ വിളിച്ചു. call them to solve their issues. എന്തിനാണ് അച്ഛൻ വിളിച്ചത്? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ അവരുടെ അച്ഛൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയോ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയല്ലേ പരിഹരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആൺമക്കൾക്ക് അവരുടെ അച്ഛനായിരുന്നു അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആൾ. ഹി ഗേവ് ദം സം സ്റ്റിക്സ് ടൈറ്റ്ലി ബൗണ്ട് ടുഗദർ ആൻഡ് സെഡ്, ഐ ഓർഡർ യു ടു ബ്രേക്ക് ദിസ് ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് ഇൻ ടു. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയുമോ? കുറച്ച് വടികളുടെ കൂട്ടം എടുത്തിട്ടത് നന്നായിട്ട് ടൈറ്റായിട്ട് ബൗണ്ട് ചെയ്തു, കൂട്ടി അങ്ങ് കെട്ടിയിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഐ ഓർഡർ യു ടു ബ്രേക്ക് ദിസ് ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് ഇൻ ടു. ഈ സ്റ്റിക്സിൻ്റെ കൂട്ടം നിങ്ങൾ രണ്ടായിട്ട് ഒടിക്കണമെന്ന് അച്ഛൻ അവരോട് കൽപ്പിച്ചു. അപ്പോൾ അവർ ട്രൈ ചെയ്യൂല്ലോ സ്വാഭാവികമായിട്ടും. 4 പേരുടെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു കാണും അല്ലേ? എപ്പോഴും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കല്ലേ. വൺ ബൈ വൺ ദേ മാച്ച് ദർ സ്ട്രെങ്ത്. അപ്പോൾ വൺ ബൈ വൺ എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്തു? അവരുടെ സ്ട്രെങ്ത്, ശക്തി പരീക്ഷിക്കാൻ സ്വീകരിച്ചു. ആ വെല്ലുവിളി സ്വീകരിച്ചു, ശക്തി പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഓൾറെഡി ഒരു ചതിയനായ മനുഷ്യൻ നിങ്ങൾ വീക്കാണ്, നിങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞു. അപ്പം അതവരുടെ മനസ്സിലുണ്ട്. ഇപ്പം ഇതും കൂടെ ആയപ്പോൾ അവർക്ക് പൂർത്തിയായി അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്തു? ഓരോരുത്തരായിട്ട് അവരുടെ ശക്തി പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഞാനാണ് കേമനെന്ന് ആരുടെ മുമ്പിൽ തെളിയിക്കണം? അച്ഛൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം എന്ന് ഓരോ മക്കളും ചിന്തിച്ചിട്ടുണ്ടാവണം. ബട്ട് ദേ കുഡിൻ ബ്രേക്ക് ദ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്. പക്ഷേ റിസൾട്ട് എന്തായിരുന്നു? അവർ ബണ്ടിൽ ഓഫ് സ്റ്റിക്സിൻ്റെ കൂട്ടം, വടിയുടെ കൂട്ടം അവർ ഒടിച്ചോ? ഇല്ല. ദേ കുഡിൻ ബ്രേക്ക് ദ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്. അവർക്കത് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല കുട്ടികളെ. ദെൻ their father untied the sticks and told them to break each stick into two. അപ്പോൾ അവരുടെ ഫാദർ എന്തു ചെയ്തെന്നറിയോ? ഈ സ്റ്റിക്കിൻ്റെ ടൈ അല്ലെങ്കിൽ കെട്ട് അങ്ങോട്ട് അഴിച്ചു, അൺടൈ ചെയ്തു, കെട്ടഴിച്ചു. എന്നിട്ടോ ആൻഡ് ടോൾഡ് ദം ടു ബ്രേക്ക് ഈച്ച് സ്റ്റിക്ക് ഇൻ ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വടിയെ ഓരോന്നായിട്ട് നിങ്ങൾ രണ്ടായിട്ട് മുറിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. ആൻഡ് ദ ബോയ്സ് വെർ ഏബിൾ ടു ഈസിലി ബ്രേക്ക് ഓൾ ദ സ്റ്റിക്സ്. ഇപ്പോൾ ഓരോന്നായിട്ട് ഒടിക്കാൻ ഈസി അല്ലേ? ഇപ്പോൾ ബോയ്സ്, ഈ ആൺമക്കളെല്ലാം എന്ത് ചെയ്തെന്ന് അറിയൂ കുട്ടികളെ? ഓരോന്നായിട്ട് എടുത്ത് വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ ഓരോ വടിയായിട്ട് ഒടിക്കുവാനായിട്ട് തുടങ്ങി. ആഹാ, അപ്പോൾ അവർക്ക് നല്ല എളുപ്പമായിട്ട് തോന്നി. ആദ്യം ഇങ്ങനെ ഒരു കെട്ടായിരുന്ന സ്റ്റിക്സ് അവർക്ക് ഒടിക്കാൻ പറ്റിയോ? ഇല്ല. പക്ഷെ ഓരോന്നായിട്ട് ഒടിച്ചപ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ അവർക്കത് ഒടിക്കുവാൻ സാധിച്ചു. അവരപ്പോൾ സന്തോഷമായി കാണും ഇല്ലേ അവർക്ക്? Their father explained, what has happened to these sticks? The same will happen to you, my sons. അപ്പോൾ അച്ഛൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തത്? വാട്ട് ഹാസ് ഹാപ്പൻ ടു ദീസ് സ്റ്റിക്സ്. ഈ സ്റ്റിക്സിന് എന്താണ് ഹാപ്പൻ ചെയ്തത്? എന്താണോ സംഭവിച്ചത്? ദ സെയിം വിൽ ഹാപ്പൻ ടു യു മൈ സൺസ്. ആ ഒരേ കാര്യം തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചത് എൻ്റെ മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കുവാണ് അച്ഛൻ. അപ്പം അച്ഛൻ ഈ എക്സ്പെരിമെൻറ്റിലൂടെ, ഈ പരീക്ഷണത്തിലൂടെ അവർക്കൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ കഥയുടെ അവസാനമാണ് അത് എന്ത് കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. As long as you remain united, you will resist and nobody will be able to defeat you. As long as you remain united, നിങ്ങൾ എപ്പോഴൊക്കെയാണോ യുണൈറ്റഡ് ആയിട്ട് ഒത്തൊരുമയോടെ നിൽക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും എതിർക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. യു വിൽ റെസിസ്റ്റ്, യു ക്യാൻ റെസിസ്റ്റ് ഇറ്റ്, ഓക്കെ? ആൻഡ് നോ ബഡി വിൽ ബി ഏബിൾ ടു ഡിഫീറ്റ് യു ആൻഡ് നോ വൺ ക്യാൻ ഡിഫീറ്റ് ദം. ആർക്കും അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന്? ഐക്യമത്യം മഹാബലം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ, ഒത്തൊരുമയോടെ നിന്നാൽ എല്ലാ കാര്യവും ചെയ്യുവാനായിട്ട് സാധിക്കും. ഓരോരുത്തർ വഴക്കുണ്ടാക്കിയാൽ അവർക്കൊരിക്കലും ഒരു കാര്യം നേടിയെടുക്കുവാനോ വിജയിക്കുവാനോ ഒന്നാം സ്ഥാനത്തെത്തുവാനോ സാധിക്കില്ല. ബട്ട് ഇഫ് യു ആർ എലോൺ എനിവൺ ക്യാൻ ഹാം യു. അച്ഛൻ അവരോട് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, ഇഫ് യു ആർ എലോൺ, നിങ്ങൾ തന്നെയാണെങ്കിൽ
ആർക്ക് വേണമെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ പറ്റും, അല്ലേ? 4 പേര് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ, ആരെങ്കിലും വന്ന് അവരെ ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തോൽപ്പിച്ച് ഓടിക്കുവാൻ സാധിക്കും, അല്ലേ കുട്ടികളെ? അതാണ് അച്ഛൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് സ്റ്റോറിയുടെ ബാക്കി ഭാഗത്തേക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. ദ ബ്രദേഴ്സ് അണ്ടർസ്റ്റുഡ് വാട്ട് their father meant and promised him that whatever be the situation, they all would stay together. ബ്രദേഴ്സിന്, ഈ മക്കൾക്കെല്ലാം മനസ്സിലായി, സഹോദരങ്ങൾക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? അവരുടെ അച്ഛൻ എന്താണ് മീൻ ചെയ്തത്, അല്ലെങ്കിൽ അച്ഛൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു അവർ? പ്രോമിസ് ഹിം ദാറ്റ്, അച്ഛന് സത്യം ചെയ്തു കൊടുത്തു, വാക്കു കൊടുത്തു. വാട്ട് എവർ ബി ദ സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷൻ, എന്ത് അവസ്ഥ വന്നാലും ദേ ഓൾ വുഡ് സ്റ്റേ ടുഗദർ, അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്ന് അച്ഛനവർ വാക്കു കൊടുത്തു. ദേ അണ്ടർസ്റ്റുഡ് ദ പവർ ഓഫ് യൂണിറ്റി, അവർക്ക് എന്ത് മനസ്സിലായി? ദ പവർ ഓഫ് യൂണിറ്റി, ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ ഒത്തൊരുമയോട് നിന്നാലുള്ള ശക്തി എന്താണെന്ന് അവർക്ക് അച്ഛൻ മനസ്സിലാക്കി കൊടുത്തു. അതവർക്ക് മനസ്സിലാവുകയും ചെയ്തു. കുട്ടികളെ, ഈ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ വീട്ടിലും കാണും, അല്ലേ? നമുക്ക് ബ്രദേഴ്സ് കാണും, സിസ്റ്റേഴ്സ് കാണും. നമ്മൾ അവരായിട്ട് അടികൂടാൻ പാടുണ്ടോ? ഇല്ല. നല്ല കുട്ടികൾ അടികൂടാതെ സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് കളിച്ചു വളരണം. എന്നാൽ നിങ്ങളുടെ ശക്തി ഒറ്റയ്ക്ക് നിൽക്കുന്നവരെക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ യൂണിറ്റി ഈ സ്ട്രെങ്ത് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. വഴക്കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളെ എതിരാളികളെ നേരിടുവാനായിട്ട് സാധിക്കില്ല. എപ്പോഴും നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒത്തൊരുമയോടെ സന്തോഷമായിട്ട് വഴക്ക് കൂടാതെ നമ്മുടെ പേരൻസ് പറയുന്നത് കേട്ട് നല്ല കുട്ടികളായിട്ട് വളരണം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായ കുട്ടികളെ? നിങ്ങൾ ഇനി വീട്ടിൽ വഴക്ക് കൂടുമോ? ചേട്ടനും ചേച്ചിയും അനീത്തിയും അനിയന്മാരും ഒക്കെ ആയിട്ട് വഴക്ക് കൂടുമോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു തരാം, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി, നിങ്ങൾ നല്ല കുട്ടികളായിട്ട് വളരുവാൻ. ഇപ്പോൾ തൽക്കാലത്തിന് ഗുഡ് ബൈ.